ഗൈസ് അപ്പോൾ ഇന്ന് വേറൊരു വൈകുന്നേരം ദിവസമാണ്. ഇന്നൊരു 6-7 മിനിറ്റ് വീഡിയോ മാത്രമേ ഉള്ളൂ. നമ്മുടെ വീടിൻ്റെ മോൾ ഭാഗമാണ്, വയനാട്ടിലെ വീടിൻ്റെ മോൾ ഭാഗം. അപ്പോൾ ഞാനും അമ്മയും വ്ളോഗ് അച്ഛനെ കൂടെ ഇങ്ങനെ മുകളിൽ വെറുതെ ഇരിക്കാൻ വേണ്ടി റെസ്റ്റ് ചെയ്ത് വീടിൻ്റെ മുകളിലൊക്കെ കാണുകയാണ്. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ എന്തായാലും കുറേ വീഡിയോസ് ഉണ്ട്, അപ്പോൾ പരമാവധി കുറച്ച് കട്ട് ചെയ്തിട്ടാണ് ഞാൻ പല വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 6 മിനിറ്റ് വൈകുന്നേരത്തെ ഒരു ജസ്റ്റ് ഔട്ടിംഗ് ആണ്. നമ്മൾ ചെമ്പ്ര പീക്കിലോട്ട് നൈറ്റ് ഡ്രൈവായി വന്നത്, പീക്കിൻ്റെ മുകളിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ചെമ്പ്ര പീക്കിൻ്റെ മുകളിലേക്ക് പോകുന്തോറും കുറേ ഹെയർ പിൻ പോലെ ചെറിയ ചെറിയ വളവുകൾ, 7 വളവ് 8 വളവ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ കയറി കൊണ്ടിരിക്കട്ടെ. അപ്പോൾ 1-2 ചെറിയ വളവുകൾ നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം എന്നുള്ളത്. ഏകദേശം വൈകുന്നേരം ഒരു 6 മണിയോളം ആവുന്നു, 5:30, 5:45, 6 മണി ആവുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ വ്യൂ ആണ് ഈ കാണുന്നത്. ഫുൾ എന്ത് രസം നോക്കി, ശരിക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ കുറേ 8-9 വർഷത്തിന് ശേഷം പോണതാണ്, ബട്ട് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഞാൻ ആലോചിക്കാം കേട്ടോ. പക്ഷേ ഇതിലൊക്കെ ഏറ്റവും വലിയൊരു എന്താ വെച്ചാൽ നല്ലൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലോക്കിക്ക് വയനാട് കാണാൻ പറ്റും. പൊതുവെ എല്ലാ നായ്ക്കുട്ടികളെയും വീട്ടിൽ നിന്ന് എല്ലാവരും കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അതിൻ്റെ തിരക്ക് കാരണം. ഇപ്പോൾ കാണുന്ന വ്യൂസില്ലേ വൈകുന്നേരം ഇപ്പോൾ ഏകദേശം 6 മണി. ഇപ്പോൾ നമ്മൾ ചെമ്പ്ര പീക്കിൻ്റെ തൊട്ട് താഴ്വാരങ്ങളിലുണ്ട് ബസ് വളവ്. ഇതിൻ്റെയൊക്കെ മുകളിലേക്ക് ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുന്ന നൈസായിട്ട് നല്ല കാഴ്ചയാണ്, ഒന്നും പറയാനില്ല. വൈകിട്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ളൂ, ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ മഴയും തണുപ്പും മഞ്ഞും വെയിലും എല്ലാം കൊള്ളാൻ നമ്മുടെ ഫ്ലോക്കിക്ക് ഭാഗ്യം കിട്ടി. അത് മാത്രമല്ല നമ്മൾ 4 ആളുടെ ഒപ്പം കാറിൽ യാത്ര ചെയ്യാൻ യോഗം കിട്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ എന്താ പറയുക, ഓരോ വീട്ടിലെ നായ്ക്കുട്ടികളും പലതും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കാര്യം എക്സ്ട്രാ പറയാം, എന്തായാലും അത് കഴിഞ്ഞിട്ട് പറയാം. ഡോഗ്സിനെയൊക്കെ മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുകയെന്നുണ്ടെങ്കിൽ അവരെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും പറ്റുമെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ അവർ ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ അത് അത്രേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ചെമ്പ്ര പീക്കിന് നേരെ തൊട്ട് താഴെ എത്തിയിട്ടോ. ഇവിടെ തൊട്ട് താഴെത്താൻ കാരണമുണ്ട്, ഇവിടെ പണ്ട് അച്ഛൻ്റെ അനിയൻ പഠിച്ച സ്കൂളാണ് ഈ കാണുന്നത്. ചെറിയച്ഛൻ പഠിച്ച സ്കൂളാണ് പണ്ട്. ചെറിയച്ഛൻ 4-ാം ക്ലാസ്സിൽ കൊണ്ട് ചേർത്തിയപ്പോൾ അതിൻ്റെ കഥകളും വിശദാംശങ്ങളും പറയാൻ വേണ്ടി ഞങ്ങൾ ഈ സ്കൂളിലേക്ക് വന്നേക്കാണ് കേട്ടോ. ആണ് ഗവൺമെൻറ് UP സ്കൂൾ മേപ്പാടി. ഞങ്ങളുടെ വീട് താഴെ നിന്ന് ഇതിന് മുകളിലേക്ക് വന്നിട്ടാണ് പണ്ട് കാലത്ത് ചെറിയച്ഛൻ പഠിച്ചെന്ന് പറയും. പക്ഷേ ഇപ്പോഴൊന്നും ഇവിടെ ഒരാളും ഇല്ല, ആരും പഠിക്കണമില്ല. ഈ മുകളിലേക്കൊക്കെ കയറി വരാൻ പറഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിന് നേരെ തൊട്ട് സൈഡിൽ തന്നെയാണ് നമ്മുടെ ചെമ്പ്ര പീക്ക്. അങ്ങനെ പരന്ന് കൂർത്തൊരു ഇതായിരുന്നു കേട്ടോ. ഈ സ്കൂളൊക്കെ പഴയ കാലഘട്ടങ്ങൾ ഒരുപാട് മുമ്പുള്ളതാണ്, ഇപ്പോൾ പഴകി പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്നും ആരും ഉപയോഗിക്കാൻ പറ്റുന്നില്ല, ഉപയോഗശൂന്യമാണ്. അപ്പോൾ എന്തായാലും വ്യൂ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഒരു ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇതൊക്കെ കൊണ്ട് നിൽക്കാൻ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം എന്താണെന്ന് പരിചയപ്പെടുന്നത്. ഇത് പണ്ടത്തെ ഹോസ്പിറ്റലാണ്. ഇതിന് ഇവരിപ്പോൾ ഒരു ടൂറിസം പോലെ നമുക്ക് ഇങ്ങനെ താമസിക്കാനുള്ള യോഗ്യമായിട്ട് നമുക്ക് ചെയ്ത് വെച്ചിരിക്കും കേട്ടോ അവിടെ. അപ്പം ഞങ്ങളങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ചെറിയച്ഛൻ പണ്ട് വായിച്ച ബുക്സുകളൊക്കെയാണ് കേട്ടോ. ഇതിൽ ഭഗവത്ഗീത, അതേപോലെ വിവേകാനന്ദ കഥകൾ, സ്മാർട്ട് സ്കൂൾ, സ്വാതന്ത്ര്യം, അർദ്ധരാത്രികൾ, ഖുറാൻ, അങ്ങനെ പല സംഭവങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടോ. ചെറിയച്ഛൻ പണ്ടൊരു വായനക്കാരനാണെന്നുള്ളൊരു ഇതാണ് ഈ കാണുന്നത്. എൻ്റെ വീട്ടിലുണ്ട്, പക്ഷേ എൻ്റെ വീട്ടിൽ കളിക്ക് കൊടുക്കുകയും വാലമ്പി അതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ ഗൃഹ ഐശ്വര്യം, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ, ഷേക്സ്പിയറിൻ്റെ കൃതികൾ, ഇതെന്തൊരു ഐതിഹ്യമാല, അധ്യാത്മരാമായണം, അങ്ങനെ പല തരത്തിലുള്ള ബുക്സുകളുണ്ട്. നമ്മളുടെയൊക്കെ കുറച്ച് കുറവാണ്, എങ്കിലും ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ പിന്നെ ഏകദേശം പിറ്റേ ദിവസങ്ങളായി ഈ വീഡിയോ എടുക്കാനുള്ള കാരണം പറഞ്ഞു, ലോങ് വീഡിയോസിൻ്റെ, അതുകൊണ്ട് ഷോർട്ട് ചെയ്ത് ഇങ്ങനെ ചെയ്യാണ്. അപ്പോൾ രാവിലെ ഏകദേശം ഒരു 10-10:30 മണി കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഫ്ലോക്കിനെ ഇങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഫ്ലോക്കി എന്താണെന്ന് വെച്ചാൽ ഫ്ലോക്കിന് ഇതിന് മുകളിൽ കയറി വിട്ട് ഫ്ലോക്കി ഓടിക്കളിക്കണം. ഫ്ലോക്കിൻ്റെ ഒരു യോഗം നോക്കി, നമുക്ക് പോലും ഇത്ര യോഗം കിട്ടിയിട്ടുണ്ടാവില്ല. ഫ്ലോക്കി ഇതിന് മുകളിൽ കയറി ചാടി മറിഞ്ഞ് ആളുടെ ബാത്റൂം വിട്ടപ്പോൾ അച്ഛനും ഞാനും ഫ്ലോക്കി ഇങ്ങോട്ട് കണ്ടിട്ടാ. അപ്പോൾ ഒരു മോർണിംഗ് വാക്കിംഗ് ആണ്, എന്തായാലും അവളുടെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകണം, മൂത്രയിപ്പിക്കണം, അങ്ങനത്തെ പരിപാടികളൊക്കെ. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ ആക്കാം ജസ്റ്റ്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ തൊട്ടടുത്ത് ഈ വഴിയാണ് നേരെ ചെമ്പറാക്കി കേട്ടോ. അപ്പോൾ ഈ കാണുന്ന അടുത്തുള്ള സ്ഥലം, വേണ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇതെല്ലാം കേട്ടോ പച്ചപ്പരവതാനി വിരിച്ച സ്ഥലം. ഫ്ലോഗിനെ അയച്ചിട്ട് കേട്ടോ, അവൾക്ക് നല്ല ഇഷ്ടമായി ഈ സ്ഥലമൊക്കെ. നമ്മുടെ നായ്ക്കുട്ടിക്കും അതിനൊരു ഭാഗ്യം, വയനാട്ടിലെ ഭംഗിയും തണുപ്പും എല്ലാം ആസ്വദിക്കാൻ. കുറേ കാലത്തിന് ശേഷം ഉണ്ടല്ലോ അടുപ്പിലുണ്ടാക്കുന്ന ഫുഡൊക്കെ നമ്മൾ കാണുന്നുണ്ടോ. അതിലിങ്ങനെ കുറേ പണ്ടത്തെ രീതികളും നമ്മളെ വീട്ടിലൊന്നും ചെയ്യണില്ല, ഇപ്പോൾ ഗ്യാസൊക്കെയാണ്. പക്ഷേ അടുപ്പ് അല്ലേ, ഇതൊരു വൈബ് തന്നെയാണ്. നമ്മുടെ അവിയലോ എല്ലാ കാര്യങ്ങളും, മോലൻ നീലൻ എല്ലാം റെഡി ആയിരുന്നു കേട്ടോ.
നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ പാസ് ചെയ്യാം. ഈ കാണുന്നതിൽ ഹോസ്റ്റൽ എന്നാണ്. ഇത് പണ്ടില്ലേ മെഡിക്കൽ പരമായിട്ട് നമ്മുടെ ഹോസ്പിറ്റലായിട്ട് യൂസ് ചെയ്തിരുന്ന സ്ഥലമാണ്. പക്ഷേ ഇതിനിപ്പോൾ ടൂറിസം ബേസ് ചെയ്തിട്ട് ഇവിടെ റിസോർട്ട് പണിത് അതിനെ നേരെ നമ്മുടെ റിസോർട്ടാക്കിയിരിക്കുകയാണ്. താഴെയും മുകളിലൊക്കെ ആക്കി പല രീതിയിൽ ഡിസൈൻ ചെയ്ത് ഇപ്പോൾ ഒരു റിസോർട്ട് രീതിയിൽ ഹോസ്റ്റൽ എന്നുള്ള പേരിൽ ഇതെല്ലാ ജില്ലയിലും ഇങ്ങനെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ വയനാട്ടിൽ ഇത് ആദ്യമായിട്ട് ഞാൻ കാണുമെങ്കിൽ ഇഷ്ടമായി. ഇപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ടൂറിസം ബേസ് ചെയ്ത് നമ്മൾ യാത്രകളൊക്കെ വരികയാണെങ്കിൽ ഇവിടെ കോൺടാക്ട് ചെയ്യും. ഹോസ്റ്റലിൻ്റെ ഓൺലൈൻ പേജിൽ അവന് ഹോസ്റ്റൽ വയനാട് നടിച്ച് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. കാണുന്നവരുണ്ടെങ്കിൽ വയനാട് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെയൊക്കെ സ്റ്റേ അടിക്കാം. അതിനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ചെയ്തു തരും. ഹോസ്റ്റൽ വയനാട് അടിക്കുകയാണെങ്കിൽ അവിടെ വൃത്തിയുള്ള എല്ലാ ചെമ്പറിൻ്റെ നേരെ താഴെ തന്നെയാണ്. അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ട്രക്കിങ്ങും കാര്യങ്ങളും ഫുഡും എല്ലാം അവിടെ അവൈലബിൾ ആണ്. നമുക്ക് പ്ലേയിങ്ങിനുള്ള എല്ലാ പരിപാടികളും അവൈലബിൾ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഫോട്ടോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ഹാളിൽ അപ്പർ ബെഡ് ലോവർ ബെഡ് എന്ന രീതിയിലും ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണ്ട റൂമായാലും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ വരാന്തകളാണ്. അപ്പോൾ തീർച്ചയായും വേണ്ടവർക്കൊക്കെ ഇവിടെ വരാം, ആസ്വദിക്കാം. നല്ലൊരു അടിപൊളി പാക്കേജും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിന് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഹോസ്റ്റൽ വയനാട് ടൈപ്പ് ചെയ്താൽ എന്തായാലും കിട്ടും. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ ഇന്ന് ഓണവും കൂടിയാണ്. അപ്പോൾ നല്ലൊരു പായസവും കൂടെ കുടിച്ചതിന് ശേഷം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ, ടേക്ക് ഇറ്റ് ഈസി.